ശ്രീ കെ എം ആന്റണി, ഇപ്പോൾ SIT വളരെ വേഗത്തിൽ തന്നെയാണ് നീങ്ങുന്നത്, അതിൽ തർക്കമില്ല. ഇപ്പോൾ കോടതിയായാലും 13 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പതിവ് വിട്ടുകൊണ്ട് വേഗം തന്നെ അതിലൊരു തിടുക്കം കോടതിയും കാണിക്കുന്നുണ്ട്, വേഗം അന്വേഷിക്കട്ടെ എന്നുള്ളതാണ്. ഈ 13 ദിവസം കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇയാളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനുശേഷം തെളിവെടുപ്പ് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ ഒക്കെ പോകാനുണ്ട്. ഈ പാളികൾ കൊണ്ടുവച്ച് പല സമ്പന്നരുടെയും വീടുകളിൽ വെച്ച് പൂജ നടത്തിയിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയുള്ള തെളിവെടുപ്പുണ്ട്. ഇതിൻ്റെ കൂട്ടുപ്രതികളായി വരുന്നത് തനിക്ക് മുകളിലുള്ളവരാണ് എന്നുള്ള കൃത്യമായ സൂചന ഇപ്പോൾ അയാൾ തന്നെ അയാളുടെ പ്രതികരണത്തിലൂടെ നൽകുന്നുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ വേഗം തന്നെ എത്തിച്ചേരും. കൂടുതൽ അറസ്റ്റ് വളരെ വേഗത്തിൽ ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ കരുതാനാകുമോ ശ്രീ കെ എം ആന്റണി? സ്മൃതി, നമ്മൾ ഈ കേസിൻ്റെ ആരംഭം മുതൽ ഇപ്പോൾ SIT ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് വെറും 5 ദിവസമായപ്പോഴത്തേക്കും ഇതിലെ പ്രധാന പ്രതി അല്ലെങ്കിൽ മുഖ്യ കണ്ണി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിനെ ഇന്ന് റാന്നി കോടതിയിൽ അത് ഹാജരാക്കിയവർ, അതുപോലെ തന്നെ പോലീസ് 14 ദിവസത്തെ കസ്റ്റഡി ചോദിച്ചു. കോടതി അതിൻ്റെ കേസിൻ്റെ ഗൗരവം അല്ലെങ്കിൽ ഇതിൽ കാര്യങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ 14 ദിവസവും കൊടുത്തിരിക്കുകയാണ്. ഇനി 30-ാം തീയതി പ്രൊഡ്യൂസ് ചെയ്താൽ മതി, കോടതിയിൽ ഹാജരാക്കിയാൽ മതി. സാധാരണഗതിയിൽ 14 ദിവസമാണ് ഒരു പ്രതിയെ പരമാവധി കൊടുക്കാൻ പറ്റുന്നത്. ആ പരമാവധി ദിവസങ്ങളും കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ കേസിലെ സങ്കീർണമായ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് അയാൾ ആത്മവിശ്വാസം ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അയാളുടെ ഇന്നത്തെ ശരീരഭാഷ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് തൊട്ട് ശേഷവുമൊക്കെ അയാൾ മാധ്യമങ്ങളിൽ വന്ന് സംസാരിക്കുമ്പോൾ ഒരു വലിയ ധൈര്യത്തിൽ അല്ലെങ്കിൽ ഭയങ്കര ആത്മവിശ്വാസത്തിൽ അല്ലെങ്കിൽ അയാളെ ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലായിരുന്നു അയാളുടെ പെരുമാറ്റമെന്ന്. അപ്പോൾ നമ്മൾ കാണുന്ന ആളുകൾ തന്നെ ചിന്തിക്കും, ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള ഒരു രീതിയിൽ പോലും ചിന്തിച്ചു. പക്ഷേ ഇന്നിപ്പോൾ 24 മണിക്കൂർ പോലീസിൻ്റെ കസ്റ്റഡിയിൽ അറസ്റ്റിന് ശേഷം വന്നതിന് ശേഷം അയാളെ കാണുമ്പോൾ ആ ആത്മവിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ട ആളായിട്ടാണ്. കാരണം അയാൾ ധരിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾക്ക് എന്തൊക്കെയോ അപാകതകൾ അല്ലെങ്കിൽ അയാൾ പ്രതീക്ഷിച്ച പോലെ ഈ കേസിൽ അയാൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളൊരു ബോധ്യം അയാൾക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റാന്നി കോടതിയിൽ നിന്ന് ഇയാൾ ഇറങ്ങിയതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, എന്നെ കുടുക്കിയവർ നിയമത്തിന് മുമ്പിൽ വരുമെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം എന്നെ ആരോ കുടുക്കി, അതായത് ഞാനല്ല ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ടെന്നുള്ളൊരു സൂചനയാണ് അയാൾ തരുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ആ പ്രസ്താവനയല്ല, ആ പറഞ്ഞ ഒറ്റ സെൻറ്റൻസിൽ നിന്ന് തന്നെ ഈ കേസിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അനുമാനത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ നോക്കുമ്പം 2004 അതായത് കീഴ്ശാന്തിയുടെ പരികർമ്മി അല്ലെങ്കിൽ സഹായിയായിട്ടാണ് ഇയാൾ ദേവസ്വം ശബരിമല സന്നിധാനത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷം ഇങ്ങ് വന്നു കഴിയുമ്പോൾ അയാൾ അവിടുത്തെ ഏറ്റവും വലിയ ശക്തനായ അധികാര ദല്ലാള്, അതേസമയം തന്നെ എല്ലാവരുമായിട്ട് ഇടപഴകുന്ന, പല ഭാഷകൾ സംസാരിക്കുന്ന, സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സ്വാധീനമുള്ള, അധികാരികളുടെ മുമ്പിലും വ്യവസായികളുടെ മുമ്പിലുമൊക്കെ സ്വാധീനമുള്ള ഒരു ഇടനിലക്കാരനെ പോലെയാണ് അയാൾ പിന്നീട് ആയിത്തീർന്നത്. അപ്പം ഇതിന് പിന്നിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്നുള്ളത് ഇപ്പോൾ പോലീസ് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടും അത് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡിനെ ഇയാളാണ് സമീപിച്ചത്. അതായത് ഇതിൽ സ്വർണം പൂശുകയോ അല്ലെങ്കിൽ സ്വർണം പതിപ്പിക്കുകയോ ചെയ്യാം, അതിന് സ്പോൺസർമാർ ഉണ്ടെന്ന് പറയുന്നില്ല. ഇയാളാണ് സ്പോൺസർ എന്നാണ് പ്രത്യക്ഷത്തിൽ ആദ്യം മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മളത് കാണുന്നതും ഇയാൾ തന്നെ ഒരു സ്പോൺസർ എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ ഇയാൾക്കൊരു സ്പോൺസർ ആകാനും മാത്രമുള്ള സാമ്പത്തിക ശേഷി ഇല്ല. ഇയാളുടെ കിളിമാനൂര് പുളിമാത്തിലുള്ള വീടും കുടുംബവും മറ്റു കാര്യങ്ങളും സാഹചര്യങ്ങളും ഇയാളുടെ തൊഴിലും എല്ലാം മനസ്സിലാക്കുമ്പം അതിനുള്ളൊരു സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തിയല്ല അദ്ദേഹം. അപ്പോൾ ആരെയൊക്കെയോ അയാൾ കണ്ടുവച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വന്ന വ്യവസായികളോ അല്ലെ സമ്പന്നരായ മറ്റ് സംസ്ഥാന മുതലാളിമാരോ അവരെയൊക്കെ കണ്ടുവച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാമെന്നുള്ള ഒരു ഉറപ്പിലാണ് ഇയാൾ ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നത്. ഇയാൾ അങ്ങനെ ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നുണ്ടെങ്കിൽ അതൊരു മുൻധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കാം. ആ ഉദ്യോഗസ്ഥരെ സമീപിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ അയാൾ സമീപിക്കുമ്പോൾ ഇയാൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇയാൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെയാണ് മറ്റു കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതിനെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇയാൾ ഒരു കാരണവശാലും ഇത് ചെന്നൈയിലാണിത് സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഇതിൻ്റെ മറ്റു പണികളെല്ലാം ചെയ്തിരിക്കുന്നത്. അതേസമയം ഈ പാളികളും അതുപോലെ തന്നെ കട്ടിലയും ഒക്കെ പാളികൾ പോയത് തന്നെ ആദ്യം പറയാം, ബാംഗ്ലൂരും അതുപോലെ തന്നെ ഹൈദരാബാദിലും പോയിട്ടുണ്ട്. അവിടെ പല വ്യവസായികളുടെയും അല്ലെങ്കിൽ സമ്പന്നരുടെയൊക്കെ വീടുകളിൽ ഇത് പ്രദർശനത്തിന് വെക്കുകയും അവിടെ നിന്ന് പൈസ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിലെ സ്പോൺസേഴ്സ് ആരാണെന്നുള്ളതും
എവിടെയുള്ളവരാണെന്നും എന്തൊക്കെയാണെന്നും അവരെത്രമാത്രം തുകയോ സ്വർണമോ ഇതിൽ സ്പോൺസർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വിജയ് മല്യ 1998 എത്ര കിലോ സ്വർണം കൊടുത്തു വ്യക്തമായിട്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ രേഖ അവിടെ ഇല്ല. അത് സംബന്ധിച്ച് ഒന്നും തന്നെ അറിയില്ല. അത് തിട്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ എത്ര കിലോ സ്വർണം കാലാകാലങ്ങളിൽ ഈ പറഞ്ഞ 98 ശേഷം എന്നുള്ളത് നമ്മൾ ഏകദേശം കണക്കാക്കിയാൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഈ സന്നിധാനം അല്ലെങ്കിൽ ദ്വാരപാലകൻ അവിടെ എത്ര സ്വർണം വന്നു എന്നുള്ളത് എന്നുള്ളത് തിട്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ മുന്നോട്ട് അന്വേഷണമായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പോകാൻ സാധിക്കുകയുള്ളൂ. അതവരെ കണ്ടെത്തും തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ ഹൈദരാബാദിലും ഈ പറഞ്ഞ ബാംഗ്ലൂരും ചെന്നൈയിലും എല്ലാം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശബരിമലയിൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒരു അങ്ങനെയുള്ള ഒരു തട്ടിപ്പുകാരനോ കള്ളനാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏത് രീതിയിലാണ് ഈ സന്നിധാനവുമായി ബന്ധപ്പെട്ട് അവിടെ ശാന്തി അല്ലെങ്കിൽ ശാന്തിയുടെ സഹായിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അയാൾക്ക് എത്രമാത്രം കളവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊരു അവസരമായിട്ട് ഉപയോഗിച്ചിട്ടാണോ ഇയാൾ ഇത് ചെയ്തിട്ടുള്ളത്? ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് തിട്ടപ്പെടുത്തണം. ശാന്തിയുടെ സഹായിയായ ശേഷം അയാളെ പറഞ്ഞു വിട്ടിരുന്നു, പിന്നീടാണ് സ്പോൺസർ ആയിട്ടുള്ള മടങ്ങി വരവ്. ആ സ്പോൺസറുമായിട്ട് മടങ്ങി വരിക എന്ന് പറയുമ്പം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ബന്ധങ്ങൾ വെച്ചിട്ട് സ്പോൺസർമാരെ തപ്പി അയാൾക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പോൺസർ കയ്യിൽ ഉള്ള സമയത്ത് അയാൾക്ക് മൂല്യം കൂടി. അപ്പോൾ അയാൾ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ഏത് രീതിയിലാണ് ഇത് ഇങ്ങനെ ഈ രീതിയിലൊരു മോഷണം അല്ലെങ്കിൽ തട്ടിപ്പ്, അതൊരു ദേവസ്ഥാനത്ത് ഇത്രയും അടുത്ത് ഇരിക്കുന്ന ദേവന്റെ അടുത്ത് അല്ലെ അയ്യപ്പൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ കാര്യങ്ങളെയാണ് ആ മോഷണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഇതിനും അപ്പുറം സംഭവിക്കാവുന്ന അവസ്ഥ പോലും ചിലപ്പോൾ ഉണ്ട്. കാരണം ഈ അവസരത്തിൽ ഈ 2025 ഇത് ശ്രദ്ധയിൽപ്പെടുകയും കോടതി അതിനകത്ത് ഇടപെടുകയും ശക്തമായ നടപടിയിലേക്ക് വരികയും ചെയ്തു. അതുപോലെ തന്നെ ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ദേവസ്വം ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിൻ്റെയോ ഒക്കെ കീഴിലുള്ള ഒരു സ്ഥാപനമായിട്ടാണ് അത് മുന്നോട്ട് കണ്ടിട്ടുള്ളത് മുമ്പ്. പക്ഷേ ഇപ്പോൾ ഈ നടന്ന അന്വേഷണത്തിൽ ഈ നടന്ന തട്ടിപ്പിൽ അല്ലെ തിരിമറിയിൽ അവർ വ്യക്തമായ ഓരോരുത്തരുടെയും പങ്കിനെ സംശയിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അതിൽ വ്യക്തമായ കാര്യങ്ങളുണ്ട്. അന്വേഷണത്തിന് SITക്ക് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകേണ്ട സൂചനകൾ മുഴുവൻ അതിലുണ്ടെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.